അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവുമായുള്ള കരാറ് അല്ലെങ്കിൽ പ്രതിജ്ഞ തുച്ഛവിലക്ക് വിൽക്കരുത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കരാറുകളുടെ പ്രാധാന്യം വളരെയധികം പറഞ്ഞു. അതിൻ്റെ തുടർച്ചയോണം എന്നോണം അള്ളാഹു പറയുന്ന കാര്യമാണ്, ഭൗതിക ജീവിതത്തിലെ നിസ്സാരമായ ലാഭത്തിന് നിങ്ങൾ അള്ളാഹുവുമായോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുമായോ ചെയ്ത പ്രതിജ്ഞയോ കരാറോ ചെറിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആ കരാറുകൾ നിങ്ങൾ ലംഘിക്കരുത്. ഇവിടെ തുച്ഛവിലക്ക് വിൽക്കരുത് എന്ന് പറഞ്ഞതിന് വമ്പിച്ച വില കിട്ടിയാൽ വിൽക്കാം എന്ന് അർത്ഥമില്ല. ലാഭമോ നഷ്ടമോ അതിനായിട്ട് എത്ര തന്നെ ആയാലും അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് എന്ത് വിലക്ക് നിങ്ങൾ വിറ്റാലും അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെ അപേക്ഷിച്ച് അത് വളരെ തുച്ഛമായതായിരിക്കും. ഈ ലോകത്ത് നിങ്ങൾ ഈ കരാർ ലംഘനം മൂലം നേടുന്നത് അളവറ്റ സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, മറ്റെന്തെങ്കിലും മഹാസൗഭാഗ്യമാവട്ടെ, എന്തു തന്നെ ആയിരുന്നാലും അത് വളരെ ചെറിയ ഒരു കാലത്ത് മാത്രമേ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ആ കരാറ് ലംഘനം മൂലം നാളെ പരലോകത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കാലാകാലം നിലനിൽക്കുന്ന ശിക്ഷയായിരിക്കും. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. അതായത് ഭൗതിക നന്മക്ക് നേട്ടത്തിന് വേണ്ടി കരാറുകൾ ലംഘിക്കരുത്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കരാറുകൾ പാലിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം വളരെ വലുതാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.